ഗൈസ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ഫുഡി കേരള. നമ്മൾ ഇന്ന് പോകുന്നത് അഞ്ചുരുളി ടണലിലാണ്. ഗൈസ് ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു ടണലാണ്. ഇപ്പോൾ നിങ്ങൾ റീൽസിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു ടണലാണ് അഞ്ചുരുളി ടണൽ. നമ്മൾ കുറച്ച് മുന്നേ വ്യൂ പോയിന്റിലൊക്കെ പോയായിരുന്നു. അവിടെ അടിപൊളിയാണ് ഗൈസ്. നമ്മൾ ഇത്രയും പേരുണ്ട്. നമ്മളങ്ങനെ നടന്ന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അതിൻ്റെ താഴെ എങ്ങനെ ഇറങ്ങൂടാ? ഗൈസ് ഇതാണ് ഡാമിൻ്റെ ഒരു ഭാഗം. നൈസാണ്. ഇവിടത്തെ മഴയുള്ള സമയത്താണെങ്കിൽ നല്ല അടിപൊളി വെള്ളമൊക്കെ വരും. ഇതാണ് സച്ചു കാവിൽ, സച്ചു സ്റ്റോറീസ്. സച്ചു സ്റ്റോറീസ് ആരും ഇതില് നോക്കണ്ട, ഇതില് കിടില്ല. അതേ കണക്കത്ത് ഏതോ ഒരു സിനിമാടിയ ലുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയണം. മേലോട്ടൊക്കെയാണ് ചിരി. ഇതാണ് അഞ്ചുരുളി. ഇത് ഏത് സിനിമയെന്ന് നിങ്ങൾ കമന്റ് ചെയ്തോ? ഉണ്ടോ? എന്നൊക്കെ വിറ്റ് കാശാക്കും തെണ്ടികള്. ഗൈസ് നമ്മളിനി ഇതിൻ്റെ ഇറങ്ങി നമ്മളിപ്പോൾ ടണലിൻ്റെ അടിയിൽ കൂടെ. ഗൈസ് അതാണ് ടണൽ. മുമ്പാതിരി എവിടെ? പാമ്പല്ലാതെ തവളയടാ. എവിടെ? ഗൈസ് ഇവിടെ ഒരു പാമ്പ്. ഗൈസ് പാമ്പ് അങ്ങോട്ട് ഇവിടെ കയറി പോയെന്നാണ് ഡിബിൻ പറയണ. ഗൈസ് ആരും ചെയ്യില്ല ഗൈസ്, ഉടായിപ്പാണ്. ഗൈസ് പാമ്പ് കാണാൻ പറ്റുന്നുണ്ടോ? സൂം ചെയ്യാൻ പറ്റുമോ? അത് തവളയടി. ഗൈസ് ഇതാണ് ടണൽ. നമ്മളിപ്പോ ഇതിന്റെ അകത്തോട്ട് കേറാൻ പോവാണ്. ഗൈസ് പാമ്പോ വല്ല ഉണ്ടെന്ന് അറിഞ്ഞൂടെ, ഡേഞ്ചറാണ്. പോണോ കളിയാ? പോയിട്ട് എന്തായാലും വന്നല്ലേ, റിസ്ക് എടുക്കുന്നതാണ് എന്റെ പോളിസി. ഗൈസ് ഇവിടെയാണ്. ഗൈസ് അവിടെ എവിടെയാണ് ഡാം വരുന്നത്. ഇവിടെ നൈസാണ്. എടേടാ നമ്മൾ അവിടെയാണ് നിന്നത്. അവിടെ നിന്നാണ്ട് ഈ ഭാഗത്തോട്ട് വരാനാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഇങ്ങോട്ട് വരാതെ നന്നായി. എടാ നമുക്ക് അവിടെ നിന്ന് സൈഡിൽ കൂടെ ഇറങ്ങിയായിരുന്നു കേട്ടാ. ഗൈസ് ഒരു പാമ്പിനെ കണ്ടെന്നാണ് പറയണ. അറിയാൻ വയ്യ. വിശ്വാസമില്ലേ? നമുക്ക് എന്തായാലും നമുക്ക് ഗുഹയുടെ അകത്തോട്ട് പോവാം. ഗൈസ് ഇയ്യോബിൻ്റെ പുസ്തകമൊക്കെ ഷൂട്ട് ചെയ്ത ടണലാണ്. പാമ്പൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വയ്യ. ഇതാണ് സ്ഥലം. നൈസ് സ്ഥലമാണ്. അവിടെ സച്ചു കാവിൽ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ടാണ് കയറാൻ പോകുന്നത്. ഗൈസ് ഇവിടെയൊക്കെ വരുമ്പോൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും ഇവിടെ ഇടല്ലേ. ഹായ് ഗൈസ് ഇവിടെ മാക്സിമം വരുമ്പോൾ ഗൈസ് പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടല്ലേ ഗൈസ്. വളരെ മോശമാണ്. ഗൈസ് ഇവിടെ നിറച്ച് തവളകളുണ്ട്. കണ്ടോ ഗൈസ് ഇതിൻ്റെ അകത്തോട്ടാണ് കയറുന്നത്. ആര് ഗൈസ്? അറിയാ തറയിൽ നോക്കി നടക്കാം. സച്ചുക്കാവിൽ വാ. ഗൈസ് ഇതാണ് ടണൽ.
ഗൈസ് ഇവിടെ ഇതുവരെ ആരും വന്നിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വരണേ, അല്ലെങ്കിൽ അറിയുന്നു പോ. ഭയങ്കര നാറ്റമാണ് കുറച്ച് സ്മെല്ലുണ്ട്. അത് ഇത് ചെയ്യണം ഏതിൻ്റെ മേലത്തെ ഈ മരത്തിൻ്റെ ഗൈസ് ഏതായാലും മരത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്. ഗൈസ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹൈ റിസ്ക് എടുത്താണ് ഈ ടണലിൻ്റെ അകത്തോട്ട് പോയി നമ്മൾ വ്ളോഗ് എടുക്കുന്നത്. അപ്പം നമ്മുടെ പേജൊക്കെ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഗൈസ് ഇതാണ് ടണൽ. ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, വെട്ടോ ലൈറ്റ് നല്ല കുറവാണ്. ഉമ്മ ഇവിടെ ഇല്ല തവള ഉണ്ട്, അപ്പൊ ഇവിടെ പാമ്പ് കാണൂല. എന്ത് പാമ്പ് തവളെ പിടിക്കൂല. ഇത് ഒന്നും രണ്ടും തവള അല്ല കിടക്കണ, ഒരുപാട് കിടപ്പുണ്ട്. ആ തവള ഇത്ര സ്വാതന്ത്ര്യമായിട്ട് ഇവിടെ കിടക്കണമെങ്കിൽ ഇവിടെ പാമ്പ് കാണൂലെന്തോ. എന്തുണ്ട് ഗൈസ് അവിടെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ പോണോ വേണ്ടതെന്നാണ് ചെറിയൊരു ഡൗട്ട്. പാമ്പോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്ന് അറിയില്ല. ഇഴജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കടിച്ചേ തത്തും. ഇവിടെ നിന്ന് എടുത്ത് ഇതിന്റെ സ്റ്റോറിയൊക്കെ വരുന്നു, ഇതിന്റെ ഉത്ഭവം. സച്ചു ഇതിന്റെ ഇത് ഉത്ഭവിച്ച് എങ്ങനെയാന്ന് അറിയണമെങ്കിൽ സച്ചുവിന്റെ പേജിൽ കയറി നോക്കിയാൽ മതി. കഥ എല്ലാം കറക്റ്റ് പറയുന്നുണ്ട്. അളിയ നടുക്കൂടെ വാ, അളിയ നടുക്കൂടെ വാ, നടുക്കൂടെ വാ. ഗൈസ് ഇതിന്റെ അകത്ത് പോണോ വേണ്ടേ നിങ്ങൾ കമന്റ് ചെയ്തോ. സച്ചുക്കാവിൽ ആ വ്ളോഗ് എന്ന് റിലീസാവും. സച്ചു ആ വ്ളോഗ് എന്ന് റിലീസാവും. അതോടെ പോവാ. അളിയെ കുറച്ച് പോയിട്ടില്ല വാ, ആ കുറച്ച് പോവാം. അതിനി പോ, ഞാൻ നടുക്കൂടെ വരാം. വരണ വരണ, ജീവിതത്തിൽ എന്തെങ്കിലും റിസ്ക് എടുക്കണ്ടേ. എനിക്ക് പോണോടാ. സച്ചു വരണ, ചറുക്ക് പൊളിയാ. അവിടെ സൈഡിലൂടെ പോണ ഡേഞ്ചറാണ് അളിയാ. സൈഡിലാണ് പാമ്പ് കയറി ഇരിക്കണം. ഗൈസ് സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയുണ്ട്. നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ചെറിയൊരു വെട്ടം കാണാൻ പറ്റും, ടണലിൻ്റെ ഏറ്റവും ലാസ്റ്റ്. നമ്മളെന്തായാലും രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. എന്താടാ പെട്ടെന്നൊന്നും വെള്ളം വരുമെന്നല്ലേ നീ പറഞ്ഞ? ഗൈസ് നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, കുറച്ച് ഡാർക്കാണ്. നീ വരണേ, വാ സച്ചു വാ. ഗൈസ് സച്ചു കാവിൽ പെയിന്റ് കെട്ടിയിട്ട് വരും. സച്ചു ഇതിലേക്കൂടെ നീന്താൻ പറ്റുമോ? അവിടെ ചാടി ചെറുക്കൂലല്ലോ. ചറുക്കൂലല്ലേ? ചറുക്കയൊന്നുമില്ല, അപ്പോൾ വലിയ സീനില്ല. പക്ഷേ ഇഴജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡൗട്ടാണ്. ഗൈസ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നല്ലോണം നോക്കി മാത്രം, സ്വന്തം റിസ്കിൽ മാത്രമേ വരാവൂ. പാമ്പ് എന്തെങ്കിലും കടിച്ചപ്പോൾ, പാമ്പിൻ്റെയൊക്കെ സീസണാണ്. ഇടുക്കിയിൽ നിന്ന് ഇതുവരെ ആരെയും പാമ്പ് കടിയേറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നല്ല സൂക്ഷിച്ചാണ് പോകുന്നത്. അങ്ങ് അറ്റം വരെ ഉണ്ട്. പക്ഷേ എന്തായാലും ഒരു തവണയെങ്കിലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ.
ഗൈസ് ചർക്കലോ അങ്ങനത്തെ സീനൊന്നും ഇവിടെ ഇല്ല. പക്ഷേ അവിടെ ചെറിയ ഹോളുകളുണ്ട്. അപ്പോൾ ആ ഹോളിലൊക്കെ എന്തെങ്കിലും ഇഴജന്തുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് കൺഫേം ആക്കണം. നീ കണ്ടാ പാമ്പിനെ? കണ്ടാ പാമ്പിനെ? ഇല്ല ഗൈസ്, ഇതുവരെ പാമ്പിനെയൊന്നും കണ്ടിട്ടില്ല. ഇറങ്ങിയ സമയത്ത് ഡിബിനൊരു പാമ്പിനെ കണ്ടെന്നാണ് പറയണത്. ആ ഹോള് ആ പൊത്ത് കാണിച്ചെന്നാണ്ടാ ആ പൊത്ത്. ഗൈസ് ഇവിടുത്തെ എക്കോ ഒക്കെ നൈസാണ് കേട്ടോ. ഗൈസ് ഇടയ്ക്കിടയിൽ കുറച്ച് ഹോളുകളുണ്ട്. നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കൊരു ചെറിയൊരു പൊത്ത് കാണാൻ പറ്റും. പക്ഷെ ചെറിയൊരു വെട്ടം കാണാൻ പറ്റും. അതുവരെ പോകണമെന്നാണ് നമ്മൾ ആഗ്രഹം. പക്ഷെ നടക്കോ ഇല്ലയെന്ന് അറിയില്ല. എടാ നീ കൂടെ വെട്ടം കാണിച്ചേടാ. ഗൈസ് ചർക്കല അങ്ങനത്തെ സീനൊന്നുമില്ല. നമുക്ക് വീഡിയോ ചെയ്തിട്ട് അജയോടെ പോയി കാണിച്ചാൽ അജയപ്പത്തത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോണോ മതിയാ? ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ഫുള്ള് ഇരുട്ടാണ് ഗൈസ്. ഇരുട്ടായോണ്ട് പാടാണ്. എന്താ ഹൊറിബിളാണ് ബ്രോ. ഡേഞ്ചറാണ് ഇവിടെ. നല്ല എക്കോ ഉണ്ട്. ഈ ടണലിനെ പറ്റി ഇത് എന്താണ്? രണ്ട് വാക്ക് ഗൈസ് കട്ട ഡേഞ്ചറാണ്. ഇടയ്ക്കിടയ്ക്ക് പൊത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഴജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റൂല. മനസ്സിലായോ? അപ്പോൾ കുറച്ച് ഡേഞ്ചറാണ് ഗൈസ്. ഇത് ഏത് വർഷമാണ് ഇത് ഉണ്ടാക്കിയതെന്ന് അറിയുന്നുള്ളൊരു കമൻറ്റ് ചെയ്തു. പാറ തുറന്ന് അപ്പുറ സൈഡ് എത്തിക്കുകയാണ് ചെയ്തത്. അതാണ് അറിയാവുന്നല്ലേ പറയാൻ പറ്റുമോ? ഗൈസ് ഇതിൻ്റെ അകത്ത് റേഞ്ച് കിട്ടും. മതിയല്ലേ, നമുക്ക് ഇതിൻ്റെ തിരിച്ചു പോവാം. കാണാൻ പറ്റുന്നില്ല. നീ എങ്ങനെ ഈ കണ്ണാടിയും കൂടെ വെച്ചോണ്ടിരിക്കണ? അതാണല്ലേ വെട്ടം കുറവ്. അതാണ് വെട്ടം കുറവ്. സോറി വെട്ടം കിട്ടുന്നില്ല. സീനാണ്. അപ്പോൾ ഇതുവഴി ഇവിടെ വരണമെങ്കിൽ എന്തായാലും സേഫായിട്ട് സൂക്ഷിച്ച് മാത്രമേ വരാവൂ ഗൈസ്. നമ്മളെന്തായാലും അധികം അകത്തോട്ട് പോകുന്നില്ല. പോണോ? ആലോചിക്കാം. ഇനി പോണോ? എവിടെ പോകുന്നു? അകത്തോട്ട് പോണോ? അകത്തോട്ട് പോയാലും ഇത് തന്നെ കാണുന്ന, വേറെ ഒന്നും കാണാനില്ല. പരമാവധി നിങ്ങളാരും വാളി എനിക്ക് പോകുന്ന ഏകദേശം ഒരു 10-500 മീറ്റർ കാണും. അതുവരെ പോണോ? വേണ്ട കേസ്, നമ്മളെന്തായാലും തിരിച്ചു പോകാൻ പോവാണ്. ഡേഞ്ചറാണ്. വെറുതെ എന്തിനാണ് ഈ പാമ്പിൻ്റെ കടിയേറ്റ് ചാവണം? കടിയേക്കുന്നതിനേക്കാളും പ്രശ്നം ചുമ്മാ നല്ല ഡ്രസ്സ് ഗൈസ്. പിന്നെ ഇവിടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് വേണം നടക്കാൻ. വീണ് കഴിഞ്ഞാൽ കയ്യോ കാലോ ഒക്കെ ഒടിയും. നല്ല മുറിയും. വിനീഷിന്റെ പൊട്ടത്തിനോ? ഗൈസ് വിനീഷ് പറഞ്ഞ്
ഏലക്ക കൃഷി തുടങ്ങാം. ഏലക്ക ഗൈസ് നമ്മളടുത്ത് വിനീഷ് പറഞ്ഞ് ഏലക്ക കൃഷി ചെയ്യാം, ഏലക്ക കൃഷി ചെയ്താൽ നല്ലതായിരിക്കും. അപ്പം പറഞ്ഞ് ഏലക്കയെക്കാളും അങ്ങനെയല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് ഏലക്ക. ഏറ്റവും കൂടുതൽ പൈസ ഉള്ള ഏലക്കൊക്കെയാണ്. അപ്പം എന്നിട്ട് അവൻ പറഞ്ഞു ഏലക്കൊക്കെയല്ല, ഏലത്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ട്. എന്നിട്ട് പറഞ്ഞു കാർഡമനാണ്. അളി ഇത്രയും പൊക്കത്തിലൊക്കെ പോണോ? സീനാണ്, കുറച്ച് അധികം ഡേഞ്ചറാണ്. അപ്പോൾ ചറക്കലോ അങ്ങനത്തെ സീനൊന്നുമില്ല. നമ്മളിപ്പോൾ എന്തായാലും തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഈ കാർഡമന് ഏലക്ക ഒന്നാണ് ഈ ഇത് നമ്മളാണ് ലാസ്റ്റ് പറഞ്ഞത്, അതാണ് ആലോചിക്കണം. ഇല്ല അവിടെ കല്ലില്ലല്ലോ. വിഷയ വെള്ളത്തെ അറിയില്ല, നിന്നെ മാരി അറിയും പറഞ്ഞിട്ടുണ്ട്. ഓടിയാ നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അകത്തോട്ട് പോകുന്നത് എന്തായാലും സേഫായിട്ടേ പോവാം. നമ്മളെന്തായാലും അധികം അകത്തോട്ടൊന്നും പോയിട്ടില്ല. ഇഴജന്തുക്കൾ ഉണ്ടോ എന്ന് ജീവിയാണ് ആ കാണുന്നത്. എന്താടാ ഗൈസ് കൊള്ളാം, ഒരു നൈസ് സ്പോട്ടാണ് കേട്ടോ. നമ്മളാദ്യം ഇതിൻ്റെ മേളിലാണ് വന്നത്. ഇതിൻ്റെ മേളിൽ വന്നിട്ട് നൈസ് വ്യൂ ആയിരുന്നു. നമ്മൾ രാവിലെ ഒരു 3:30 ആയപ്പോൾ വന്ന് അവിടെ കുറച്ച് നേരം കിടന്നു. പിന്നെ അവിടെ നിന്ന് എണീച്ച് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും എന്തായാലും സൂക്ഷിച്ചു വരിക. പക്ഷെ മേളിൽ നിന്ന് ഇവിടെ നിന്ന് റോഡ് വഴി ഇങ്ങോട്ട് വരണമെങ്കിൽ ഏകദേശം 15 കിലോമീറ്ററോളം ഉണ്ട്. അതുമാത്രമല്ല ഇവിടെ നൈസ് വ്യൂ ആണ്, നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് വെളിയിറങ്ങിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നെക്സ്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? ഗൈസ് അപ്പോൾ നെക്സ്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? മറ്റേ ഇവിടെ പോണ ജമ്മു മണാലി പോകുമ്പോ മറ്റേ എന്തോ അടൽത്തണല്ല, അത് കുതിരാണ്. പക്ഷെ അത് ഇതല്ലേ അതൊക്കെ പാതയാണ്, ഇതാ ആ പാതയൊന്നും അല്ല. മിസ്റ്റർ ഫുഡി കേരള. ഗൈസ് നമുക്കപ്പോൾ അടുത്ത് എവിടെ പോവാം? അടുത്ത ലൊക്കേഷൻ ഗൈസ് നമുക്ക് അടുത്ത ലൊക്കേഷൻ എവിടെയെങ്കിലും പോകണം. ഫുഡൊന്നുമില്ല, ഫുഡ് നമ്മൾ കഴിച്ചല്ലോ. എന്റെ അമ്മ വിളിച്ചപ്പോ കട്ടായതാ. എന്റെ അമ്മ വിളിച്ചപ്പോ കട്ടാക്കിയതാ. ഞാൻ ഇത് വീഡിയോ കട്ടായി, പിന്നെ ഞാൻ കട്ട് ചെയ്ത് നിന്റെ അമ്മയെ വിളിക്ക് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിനി അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് കാണിച്ചു തരാം. ബൈ. അപ്പം അടുത്ത ലൊക്കേഷനിൽ പിന്നെയും കാണാം.